നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ കാര്യത്തിൽ നിലപാട് കടുപ്പിച്ച് കേരള കോൺഗ്രസ്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളിൽ ഇത്തവണയും മത്സരിക്കും. 4 സീറ്റുകൾ മടക്കി നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പകരം 4 സീറ്റുകൾ വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. വിഷയം വിശദമായി ചർച്ച ചെയ്യാൻ ഹൈപ്പവർ കമ്മിറ്റി ഇന്ന് ചേരും. ലേവി സജീന്ദ്രനുണ്ട്, അഖിൽ കെയുമുണ്ട്. ആദ്യം ലേവി സജീന്ദ്രനിലേക്ക്. ലേവി സജീന്ദ്രൻ, ഗുഡ് മോർണിംഗ്. അഖിൽ കെ, വെരി ഗുഡ് മോർണിംഗ്. നിർണായകമായ ഹൈപ്പവർ കമ്മിറ്റി ഇന്നുണ്ടാവും. ഹൈപ്പവർ കമ്മിറ്റിയിൽ ഹയർ തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. 10 തന്നെ വേണം എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മോൻ ജോസഫ് പറഞ്ഞത് വലിയ കടുംപിടുത്തമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ലേവി സജീന്ദ്രൻ, എന്താണ് സാധ്യത? ഡോക്ടർ ഗുഡ് മോർണിംഗ്. പിളർപ്പിന് ശേഷം കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം ചേർന്ന 10 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. ഇതിൽ 4 സീറ്റ് തിരികെ വേണം എന്നുള്ളതാണ് പ്രാഥമിക ഘട്ട ചർച്ചയിൽ UDF ആവശ്യപ്പെട്ടിരിക്കുന്നത്, കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പ്രധാനമായും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റുമാനൂർ സീറ്റ്, ഇടുക്കി സീറ്റ്, കുട്ടനാട്, ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ കോതമംഗലം, ഇങ്ങനെയാണ് ആവശ്യം പോകുന്നത്. എന്നാൽ ഈ ആവശ്യപ്പെട്ടിരിക്കുന്ന സീറ്റുകളൊന്നും തന്നെ തിരികെ നൽകില്ല എന്നുള്ള കടുംപിടുത്തത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് നിൽക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളിലും മത്സരിക്കണം എന്നുള്ള നിലപാട് ഇവർ പറയുന്നു. അതിന് കാരണമായി പറയുന്നത് പ്രധാനമായും ഈ 4 സീറ്റുകൾ, ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന 4 സീറ്റുകളും കേരള കോൺഗ്രസ് മണ്ഡലം തന്നെയാണ്. ചങ്ങനാശ്ശേരി ആണെങ്കിലും ഇടുക്കിയാണെങ്കിലും അതുപോലെ തന്നെ ഏറ്റുമാനൂരാണെങ്കിലും കുട്ടനാടാണെങ്കിലും കാലാകാലങ്ങളായി കേരള കോൺഗ്രസിന്റെ കൈവശം ഇരിക്കുന്നത്, കേരള കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ്. കുട്ടനാടാണെങ്കിൽ എത്രയോ കാലം ഡോക്ടർ KC മത്സരിച്ച മണ്ഡലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണി മാറിയെങ്കിലും ഡോക്ടർ KC ജോസഫ് മത്സരിച്ച് വിജയിച്ചാണ്. 2006 അവിടെ DAC സ്ഥാനാർത്ഥിയായി തോമസ് ചാണ്ടി മത്സരിക്കുന്നത്. പിന്നീട് 2011 മത്സരിച്ചു. 2016 NCP, 2011-ലും 2016-ലും NCP സ്ഥാനാർത്ഥിയായി വരുന്നു. അതിനുശേഷം 2021 അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് തോമസ് കെ തോമസ് വരുന്നു. മറ്റ് മണ്ഡലങ്ങളുടെ കാര്യം പരിശോധിച്ചാലും ഇത്തരത്തിൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ്. ഓക്കെ, നമുക്കിപ്പോൾ അഖിൽ കൂടിയുണ്ട്. അഖിൽ ഇപ്പോൾ ഹൈപ്പവർ കമ്മിറ്റി നടക്കുന്ന സ്ഥലത്താണ്. അഖിൽ, എന്താണ് ഇന്ന് ഹൈപ്പവർ കമ്മിറ്റിയിൽ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ളത്? കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുമോ? 10-ൽ 10 എന്നതായിരിക്കുമോ? 10-ൽ 9, 10-ൽ 8 സാധ്യത എത്രത്തോളം? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും അതായത് 10 സീറ്റ് എന്ന ആവശ്യം തന്നെയാണ്. എന്നാലും ഹൈപ്പർ കമ്മിറ്റി നിന്ന് മുന്നോട്ട് വെക്കാൻ സാധ്യത, അതിൽ മറിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷേ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണ് എന്നുള്ളത് മോൻ ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വിട്ടുവീഴ്ചകൾ ഒരുപക്ഷെ ഈ സീറ്റ് വിട്ടുകൊടുത്തിട്ടുള്ളതായിരിക്കില്ല. പരസ്പരം ഏതെങ്കിലുമൊക്കെ സീറ്റുകൾ, അതായത് ജയസാധ്യതയുള്ള സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലുമൊക്കെ സീറ്റുകൾ വെച്ചു മാറുന്ന കാര്യങ്ങളിലായിരിക്കുമെന്ന് നമ്മൾ നേരത്തെ വാർത്ത കൊടുത്തതുപോലെ ഏറ്റുമാനൂരും പൂഞ്ഞാറും ഒക്കെ വെച്ചു മാറാൻ കേരള കോൺഗ്രസിനും താല്പര്യമുണ്ട്. ആ രീതിയിൽ വരികയാണെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കോ അല്ലെങ്കിൽ പുനർനിർണയങ്ങൾക്കൊക്കെ തന്നെ ഒരുക്കമാണ് എന്നുള്ള കാര്യമാണ് മോൻ പറയുന്നത്. അപ്പോഴും പക്ഷേ നേതാക്കൾക്ക് ഇത്തരത്തിൽ ഈ ഏതെങ്കിലും സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ ഒരു താല്പര്യവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഏകദേശം 80ഓളം വരുന്ന അംഗങ്ങളാണ് ഹൈപ്പർ കമ്മിറ്റിയിലുള്ളത്. അതിൽ ഭൂരിഭാഗം പേർക്കും ആ ഒരു അഭിപ്രായമുള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ സീറ്റ് വിട്ടുകൊടുക്കുക, കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റിൽ നിന്നും പുറകോട്ട് പോയാൽ അത് വലിയ ക്ഷീണമുണ്ടാകും. അത് പാർട്ടിയുടെ അസ്തിത്വം തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. കാരണം LDF-ൽ തുടർന്ന, അതായത് പാർട്ടി വളർത്തിക്കൊണ്ട് LDF-ലേക്ക് പോയ കേരള കോൺഗ്രസ് എമ്മിന് LDF അവിടെ 13 സീറ്റ് നൽകുമ്പോൾ കഴിഞ്ഞ തവണ UDF നൽകിയത് ജോസഫ് വിഭാഗത്തിന് 10 സീറ്റുകളാണ്. ആ 10 സീറ്റുകൾ പോലും ഇത്തവണ തിരിച്ചെടുക്കുകയാണെങ്കിൽ അത് വലിയ ക്ഷീണം ഉണ്ടാക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 10 സീറ്റിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള താല്പര്യങ്ങളൊക്കെ. പക്ഷേ പൊതുവിൽ ഒരു തീരുമാനം വരിക, ചെയർമാൻ നേതാക്കളുമായി സംസാരിക്കട്ടെ. 10 സീറ്റ് എന്ന ആവശ്യമായി അന്തിമ തീരുമാനം ചെയർമാൻ എടുക്കട്ടെ, ചെയർമാൻ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് ഈ യോഗം എത്താനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. ഡോക്ടർ അരുൺകുമാർ, താങ്ക് യു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്. 10-ൽ 10 എന്നതിൽ തന്നെ ആയിരിക്കും മിക്കവാറും ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതാണ് അണികളുടെയൊക്കെ ആവശ്യം എന്നതായിട്ട് പറയുന്നത്. അണികളെന്ന് പറഞ്ഞാൽ നേതാക്കന്മാരായിട്ടുള്ള അണികൾ.